തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയിൽ നോട്ടീസ് അയച്ച ഹൈക്കോടതി 20 ബി.ജെ.പി. കൗൺസിലർമാർക്കാണ് നോട്ടീസ്. ബലിദാനികളുടെ പേരിൽ ഉൾപ്പെടെ സത്യപ്രതിജ്ഞ ചെയ്തത് വിവാദമായിരുന്നു. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകും. മുസ്തഫ, എന്താണ് നോട്ടീസ് അയക്കാനിടയായത്? ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ CPM-ന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപക്കാണ്, അഭിഭാഷകൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് SP ദീപക്കാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രധാനമായുമുള്ള ഒരു ആരോപണം, നേരത്തെ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിയമപരമായി നിശ്ചയിച്ചിട്ടുള്ള ദൈവനാമത്തിലോ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞയോ അത് ചെയ്യുന്നതിന് പകരം പ്രാദേശിക ദൈവങ്ങളുടെയോ രക്തസാക്ഷികളുടെയോ ബലിദാനികളുടെയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയോ ഒക്കെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ചില ഉദാഹരണങ്ങൾ, ഈ 20 പേരും സത്യപ്രതിജ്ഞ ചെയ്ത ചില കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഗുരുദേവന്റെ നാമത്തിൽ, കാവലമ്മയുടെ നാമത്തിൽ, എന്റെ പ്രസ്ഥാനത്തിലെ ബലിദാനികളുടെ പേരിൽ, ഭാരതാംബയുടെ നാമത്തിൽ തുടങ്ങിയ രൂപത്തിലാണ് ചില കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ 20 അംഗങ്ങളെ അവർ ചെയ്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഇവിടെ നിലനിൽക്കുന്ന നിയമപ്രകാരമുള്ള പ്രത്യേക ഒരു ഫോർമാറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നൽകുന്നുണ്ട്. അതിന് വിരുദ്ധമായി ചെയ്ത ഈ സത്യപ്രതിജ്ഞകൾ അസാധുവാണെന്ന് പ്രഖ്യാപിക്കണമെന്നതാണ് ഈ ഹർജിയിലുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ശരിയായ രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്തതിനാൽ ഈ കൗൺസിലർമാരുടെ സ്ഥാനങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നതായി കണക്കാക്കണം എന്നതുൾപ്പെടെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഈ പരാതിയിലുള്ളത്. എന്നനുസരിച്ച് കോടതി പെറ്റീഷൻ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് വളരെ വിശദമായി തന്നെ വാദം കേൾക്കാൻ കോടതി ഇരിക്കുകയാണ്. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന 20 കൗൺസിലർമാർക്കും അവരുടെ ഭാഗം വിശദീകരിക്കുന്നതിന് വേണ്ടി ഇനി കോടതി ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഒരു ഇടക്കാല ഉത്തരവ് കൂടി ഇതിനകത്തുണ്ട്, അത് പുറത്തു വരേണ്ടിയിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അതുവരേക്ക് ഈ ഹൈക്കോടതിയുടെ അന്തിമ തീർപ്പിന് വിധേയമായിരിക്കും ഈ സത്യപ്രതിജ്ഞയുടെ വാലിഡിറ്റി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ ഓർഡർ പുറത്തു വന്നാൽ അത്തരം കാര്യങ്ങൾ കൂടി നൽകാൻ കഴിയും. നിലവിൽ ഹൈക്കോടതി ഇത് കുറെ കൂടി ഗൗരവമായി എടുക്കുകയും അവരുടെ ഭാഗം കൂടി കേൾക്കുന്നതിന് വേണ്ടി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടിയും ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിലറും നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ട്. ദിവ്യ.